നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടിപ്പം ഇത് രണ്ടാമത്തെ ദിവസമാണ്. സൂറിക്ക് എന്ന പട്ടണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഐക്യ നോക്കിയിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ സൂറിക്കിൽ വന്നിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഐക്യയിലോട്ടാണ്. ഡെക്കാത്തലോൺ ഉണ്ട് ഇവിടെ. ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡെക്കാത്തലോൺ കാണാം. മുക്കിന് മൂലയ്ക്കും ഒക്കെ ഡെക്കാത്തലോൺ ഉണ്ട്. കാര്യം അതൊരു ഫ്രഞ്ച് കമ്പനി ആയിട്ടായിരിക്കാം. അവർക്ക് നല്ല പിടിപാടുണ്ട് ഇവിടെ. ഡെക്കാത്തലോൺ ഫ്രഞ്ചാ ഡെക്കാത്തലോൺ. അതിനുശേഷം നമ്മൾ ഐക്യ നോക്കി പോവാണ്. ഇവിടുന്ന് റൈറ്റ് ആണോ? ഇപ്പം ഐക്യയിലാണ്, സൂറിക്കിലെ, സ്വിറ്റ്സർലൻഡിലെ ഐക്യയിൽ. അപ്പം ഇവിടുന്ന് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി വന്നു. നമ്മുടെ റൂമിലോട്ടുള്ള സാധനം ഇവിടെ ജർമ്മനിയിലെ മോൻ്റെ വീട്ടിലോട്ടുള്ള കുറച്ച് കബോർഡ് ടൈപ്പ് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം സ്വിറ്റ്സർലൻഡിൽ വന്നപ്പം വാങ്ങാൻ പറ്റിയെങ്കിൽ വാങ്ങി കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കിട്ടുന്ന അതേ സെയിം ട്രേ തന്നെ ഇവിടെ 1.5 ഫ്രാങ്ക്. ഓരോന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതിന് 3.5 ഇതാണ്, യൂറോ അല്ല, ഫ്രാങ്ക്. കമ്പാരിറ്റീവ്ലി ഇതുണ്ട് 4.95 ഫ്രാങ്ക്. ഇതിന് 4 ഫ്രാങ്ക്. 4 ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ 16 റിയാൽ. 209.95 ഈ ഒരു സാധനത്തിന്. അതായത് 29.95 എന്ന് പറയുമ്പോഴത്തേക്കും വില എത്ര വന്നു? നിയർ അബൌട്ട് 120 റിയാൽ, 150 റിയാൽ അങ്ങനെ. ഡിസൈന് ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ആ ഒരു മോഡൽസ് എല്ലാം ലോകത്തെല്ലായിടത്തും ഒരേപോലെ തന്നെയാണല്ലോ. അപ്പം വിലയിൽ മാത്രം ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക, മെനു നോക്കിക്കൊണ്ട് നിൽക്കുക. നമ്മളങ്ങനെ ഐക്യയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എന്താണെന്നറിയില്ല, വെള്ളിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ പരവേശമാണ്. ഇത് വന്നിട്ട് ആദ്യമേ തന്നെ കൊതിപ്പിക്കുന്ന പേസ്ട്രിയാണ് വെച്ചിരിക്കുന്നത്. 3.5 യൂറോ ഒരു പീസിന്, 3.5 യൂറോ. ഒരു ടെറമിസുയും അതുപോലെ തന്നെ ഒരു ചീസ്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റോ ഒരു ചീസ് കേക്ക് എന്തോ എടുത്തു. പിന്നെ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്മോക്ക് സാൽമൺ എടുക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, നോക്കാം. നമ്മളിതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ പേ ചെയ്യുവാണ്. അങ്ങനെ ഇവിടെ പേ ചെയ്യാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യണം. ഐക്യയിൽ യൂസ് ചെയ്യുന്നത് റേഷൻ ലോവനാണ്. ഇത് അവിടെ ഇരിപ്പുണ്ട്, 202-ൻ്റെ വലിയ റേഷൻ ലോവൻ. ഇത് 2 മീറ്റ് ബോൾ വിത്ത് പൊട്ടറ്റോ, ഒരു സ്മോക്ക് സാൽമൺ, പിന്നെ ഒരു ടെറമിസു, പിന്നെ അതുപോലെ തന്നെ ഒരു ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, സിനമൺ റോൾ, ഒരു റൈസ്, ഒരു ചിക്കൻ, അതിനൊരു കേക്ക്. ഗൈസ്, ഇതാണ് എടുത്തിരിക്കുന്നത്. 199.95 199.95 യൂറോയുടെ ഒരു കബോർഡ് എടുത്തു. അങ്ങനെ ഒരു ഇതെടുത്തു, കുറച്ച് റോളറൊക്കെ എടുത്തു. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ വിലയാണ് ഇവിടുത്തെ തമ്മിൽ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് തിരികെ പോവുകയാണ് ഐക്യയിൽ നിന്ന്. അതായത് സ്വിറ്റ്സർലൻഡിലെ ഐക്യ. എല്ലാം സെയിം സാധനങ്ങളാണ്, ഒരു മാറ്റമില്ല. പ്രൈസ് ഒരു സ്വല്പം എക്സ്പെൻസീവ് ആണ്. നമ്മളിതെല്ലാം സെൽഫ് ചെക്ക് ഇൻ ചെയ്തു. ഇതെല്ലാം ബില്ലടിച്ച് സെൽഫായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമോ ഐക്യെന്ന്.
പറന്നാ വരുന്നല്ലേ. അവന്മാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അനുകൂലോ. നമ്മളെ ഇവിടെ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിലും ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ റേഡിയോ ടാക്സ് ഉണ്ട് അത്രേ. ഒരു വർഷം 350-300 ആ റേഞ്ച് യൂറോ ഇല്ലെങ്കിൽ ഫ്രാങ്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, റേഡിയോ കേട്ടിട്ടില്ലെങ്കിലും ആ ടാക്സ് ഇവിടെ ഉള്ളവർ കൊടുത്തിരിക്കണം. റേഡിയോ ടാക്സ് ഇന്ത്യൻ മണി ഒരു 40,000 രൂപ പെർ ഇയർ. നല്ലതല്ലേ? ഇവിടെ സ്വിറ്റ്സർലൻഡിലും ഇങ്ങനത്തെ ആൾക്കാരെ കാണാം. ഇനി വണ്ടി വല്ലതും തട്ടിയാൽ നമ്മള് ബേൺ ലുസേന്റെ ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, അതൊരു ഡേഞ്ചർ ക്യാമറ. 80-ല്. അതെ അതെ അതെ, ഭയങ്കര ഒരു ക്യാമറ, കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ക്യാമറ. 80-ലല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുമോ ക്യാമറ ഉണ്ട്? അയ്യോ ശരിക്കും അത് ക്യാമറ ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ പലതവണ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ ടണലിന്റെ മുന്നിലൊന്നും ഇവർ ക്യാമറ വെച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം ഇവിടെ ഓടിക്കുന്നവരുടെ നന്മ കൊണ്ടാന്ന് തോന്നുന്നു ഇവരിപ്പം ക്യാമറ അങ്ങ് വെച്ചിരിക്കുക. അതും നല്ല കിടിലൻ ക്യാമറ, ഓടിച്ചിട്ട് പിടിക്കുന്ന ക്യാമറ. എൻ്റെ ദൈവം എത്രമാത്രം തുരങ്കമാണ്. ഇതിപ്പോൾ 5ാമത്തെ തുരങ്കമാണ്. 5 കിലോമീറ്റർ ഈ തുരങ്കം 5 കിലോമീറ്ററാണ്. അത്ര ഗ്രിൻഡർ വാൾഡോട്ടാണ് സൂറിക്കിൽ നിന്ന് അറൗണ്ട് 2 hour ഡ്രൈവ്. ഇതുപോലത്തെ തുരങ്കങ്ങൾ ഒരു 5-8 കവർ ചെയ്ത് വേണമെന്ന് തോന്നുന്നു പോകാൻ. തുരങ്കത്തിൽ കൂടെ ഇത് പോകുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഈ സ്വിറ്റ്സർലൻഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയാണ്. ഹൈവേയുടെ ഇരുവശവും കാണാൻ മൊത്തത്തിൽ ഭംഗിയാണ്. നമ്മൾ സുഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരുന്നത് സൂറിക്കിൽ നിന്ന് ചൊർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടല്ലോ. ചൊർ ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലങ്ങൾ മുഴുവൻ പലതവണ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്കൊരു കാണാൻ തോന്നുന്ന ഒരു സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് നമ്മുടെ സ്വിസ് ബ്രൗൺ പശുക്കളെ ഒന്നും ഇതുവരെ കണ്ടില്ല. അത് നമ്മൾ ഇന്റർലേക്കിന് ചെന്നാൽ കാണാം. ഓരോ രാജ്യങ്ങളുടെ ഓരോ കാര്യങ്ങളുണ്ട്. നിരകൾ കാണാം അങ്ങനെ ദൂരെ. ആൽപ്സ ഐസിൽ മൂടിക്കിടക്കുന്ന, ഐസ് കുറവാണ്. സുക്ക് എന്ന് പറഞ്ഞ സിറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലെഫ്റ്റ് കാണുന്ന സുക്ക് എന്ന് പേരുള്ള ഒരു സിറ്റിയാണ്. സത്യത്തിലുണ്ടല്ലോ ഈ സൈഡിലെല്ലാം ഇവന്മാരെ അടച്ചു വച്ചിരിക്കുക. കാരണം ആൾക്കാർ അങ്ങോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുഴി ചെന്ന് വീഴും. അത്ര ഭംഗിയാണ്. ഇത്ര സൗന്ദര്യം പാടില്ല. നോക്കി, ഇതൊരു ഗ്രാമത്തിൻ്റെ ഒരു ബ്യൂട്ടിയെ. അടുത്ത മാസം വന്നെങ്കിൽ ഇതിലും മനോഹരമായിരിക്കും പച്ചപ്പ്. ഇപ്പം സ്റ്റിൽ ഇതിൻ്റെ ഉണങ്ങിയിരിക്കുന്ന ആ ഒരു വൃക്ഷങ്ങളൊക്കെ കാരണം നമുക്കൊരു ചെറിയ ഫീലിംഗ് കുറവാണ്. പക്ഷെ ഭയങ്കര ഭംഗി ഈ ഭാഗങ്ങളൊക്കെ. ഈ കാണുന്നത്
കുതിരയെ കൊണ്ടുവന്ന വണ്ടി, അതിനകത്ത് കുതിര ഉണ്ട്. Continue on A2, then 700 meters later. നമുക്കിത് വീഡിയോ കൂടെ കാണാൻ പറ്റില്ല കുതിരയെ, പക്ഷെ കുതിര ഞാൻ കണ്ടായിരുന്നു അതിനുള്ളിൽ. എന്താ ഇവിടെ കുതിരയുണ്ട് കണ്ടോ, ഇതിനകത്ത് കുതിരയുണ്ട്. 2-3-4 കുതിരയുണ്ടെന്ന് തോന്നുന്നു. ഒരു 8ാമത്തെ ടണൽ, ഒരു 5-8 ടണൽ ഇപ്പോൾ കഴിഞ്ഞു. ഇത് 8.5 കിലോമീറ്ററാണ് ഈ ടണൽ. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ടണൽ തന്നെയാണ് മൊത്തം. കാര്യം അവർ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആ മലകൾക്കകത്തൂടെയാണ് ഇത് പണിതിരിക്കുന്നത്. ആ മല അതുപോലെ ഉണ്ട്, അതൊന്നും ഇടിച്ചു കളയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിരിക്കുന്ന ടണൽസാണ് ഇതൊക്കെ. നമ്മുടെ യാത്ര ഇപ്പം ലുസേണിലെത്തിയോ? ലുസേണിൽ ഇപ്പോൾ എത്തും. ടണലാണെന്ന് വെച്ചാൽ അല്ല, ഒരു സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട്. ഇത് ടണലല്ല, പക്ഷെ നൈസ്. In 1 kilometer, exit right toward 10ാമത്തെ ടണലിലാണ് കയറിയിരിക്കുന്നത്. ഇന്റർലേക്കനിലോട്ട് പോകുന്ന വഴി സൂറിക്കിൽ നിന്നും സർവത്ര ടണലാണ്. ഓരോ ടണലും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ നീളുന്ന ടണൽ. 80 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ക്യാമറ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഹൈവേ കിടക്കുന്ന പോലെ ടണൽ കിടക്കുന്നത്. ടണൽ ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണിത്. നമ്മൾ ഏതൊരു ഭാഗം ഒന്ന് കാണണം, വണ്ടിയിൽ നിന്ന് കാണണം എന്ന് വിചാരിച്ചാലും കാണാൻ പറ്റില്ല. ഇവന്മാരത് ബ്ലോക്ക് ചെയ്ത് വെക്കും. കാര്യം ഡ്രൈവിങ്ങിന് ഒരു ഇൻട്രപ്ഷൻ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇന്റർലേക്കൻ 63 കിലോമീറ്ററാണ് ഇനി നമുക്ക് ഉള്ളത്. ഇത് കണ്ടോ, ഓരോ ഭാഗങ്ങളും നമുക്ക് നൈസ് എന്ന് പറഞ്ഞു വിടാനേ പറ്റും. ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഗ്രാമങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അത് ഫേസ്ബുക്കിൽ എടുത്ത് വൈറലാവും. എന്താ ഭംഗി! ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് സ്വിറ്റ്സർലൻഡിലെല്ലാം. മനോഹരം. സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് മൈഗ്രൂസ്. പറയാനില്ല ഈ ഒരു ഭംഗി കണ്ടിട്ട്. നമ്മൾ ഇന്റർലേക്കൻ റൂട്ടിലൂടെ പോവാണ്. ഇനിയുണ്ട് 60 കിലോമീറ്റർ. സൂറിക്കിൽ നിന്ന് ഇറങ്ങി ഇന്റർലേക്കൻ ആ ഒരു റൂട്ടായത്. 60 കിലോമീറ്റർ ഉണ്ട്. 60 കിലോമീറ്ററും ഇങ്ങനെയാണ് റോഡിൻ്റെ 2 വശവും. കണ്ണ് എടുക്കാൻ തോന്നില്ല, അതുപോലെ ഭംഗിയാണ്. 1ാമത്തെ ടണൽ കയറി 5.5 കിലോമീറ്റർ. നമ്മൾ അറിയണം ഒരു യാത്രയിൽ എത്ര ടണൽ ഒരു 200 കിലോമീറ്ററിൽ സ്വിറ്റ്സർലൻഡിലുണ്ടെന്ന്. ഒരു 15 ടണലെങ്കിലും വരും. ഇനിയിപ്പോൾ നമുക്ക് 5 കിലോമീറ്റർ കഴിഞ്ഞ് കാണാം. ഉണ്ട്, ഇത് നമ്മൾ ടണൽ അങ്ങോട്ട് ഇറങ്ങിയാണ് കാണുന്നതാണ് ഇവിടം. ഇത്ര മനോഹരമായ പ്ലേസാണ്. ഇറങ്ങിയുള്ള കാഴ്ചയാണ്. ദേ കിടക്കുന്ന അടുത്ത ടണൽ വരുന്നു. എനിക്കറിയില്ലടേ, ടണലെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. 14ാമത്തെ ടണൽ 2 കിലോമീറ്റർ ഉണ്ട്. ഇതും ടണൽ എന്താ മനോഹരമായ ടണലാണ്. ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2029 ടണൽ കംപ്ലീറ്റ് ആവുമെന്ന്. ഈ ഭാഗം ടണൽ വരാൻ പോവാ, പുതിയ ടണൽ. ഈ മല തുറന്ന് പോവായിരിക്കും. അവിടെ കാണുന്ന 29 ശേഷം ഈ കയറ്റത്തിൽ കൂടെ വരേണ്ട ആവശ്യം വരില്ല. ആ ടണലിൽ കൂടെ പോകേണ്ടി വരും. ഇങ്ങനെ വരാതിരിക്കാം, പക്ഷെ ടണലായിരിക്കും കൂടുതലും ഉപയോഗപ്പെടുത്തുക. ഈ റോഡും കാണും, കാര്യം ഈ വീട്ടുകാർക്കൊക്കെ റോഡ് വേണ്ടേ. യാത്ര ഇന്റർലേക്കൻ ഭാഗത്തോട്ടാണ്. ഇപ്പം നമ്മളൊരു മല കയറി ഇങ്ങനെ പോവാ. ഇവിടെ ഒരു ബാനഫ് ഉണ്ട്,
നമ്മളിപ്പം റൈറ്റ് നോ ഉള്ള സ്ഥലം കിസ്വിൽ എന്ന് പറഞ്ഞ കിസ്വിൽ ഒരു സ്ഥലമാണ്. കേസർ സ്റ്റോൾ ഈ സ്ഥലത്തിന്റെ പേര്. ഇതൊരു ചെറിയ ടൗൺ, ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും അതും ഇതൊക്കെയുള്ള ഒരു ചെറിയ ടൗൺ. കേസർ സ്റ്റൂൾ അതാ ഇപ്പൊ കഴിഞ്ഞത്. ആറാമത്തെ ടണലിൽ നമ്മൾ കയറി. 3.5 കിലോമീറ്ററാണ് ഈ ടണൽ. പാസ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര് കേസർ സ്റ്റൂൾ. അത് കഴിഞ്ഞിട്ടുള്ള ടണലാണിത്. ഇനിയുണ്ട് ഇൻ്റർലേക്കിന് 20-30 കിലോമീറ്റർ. കയറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൊണ്ട് ആൽപ്സിൻ്റെ തൊട്ടടിയിൽ വന്നു നമ്മൾ. ഈ തുരങ്കങ്ങളും കയറ്റങ്ങളും ഒക്കെ കയറിയിട്ടാണ് സൂറിക്കിൽ നിന്ന് ഇൻ്റർലേക്കനിലെത്തുക. മേളിൽ കൊണ്ടുവന്ന് നിർത്തിച്ചു. ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പോലീസുണ്ട്. ഇപ്പം നമ്മൾ നിർത്തിയിട്ടിരിക്കുക. ഇവിടെ വൺ വേ ആണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുക. ഇവിടെ ക്ലീൻ ചെയ്യുക, റോഡ് ക്ലീനിങ്. അതുകൊണ്ടാണ് അവർ ഇവിടെ ബ്ലോക്ക് ചെയ്തത്. ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. റോഡ് ക്ലീൻ ചെയ്യുക. ഒന്നാലോചിച്ച് നോക്ക്, വൃത്തികേടാക്കി പോയെന്ന് തോന്നുന്നത്. ഹാസ്ലി ടാൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. വെൽക്കം ടു ഹാസ്ലി ടാൽ. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലമാണ്. ജുങ്ഫ്രോ എന്ന് പറയുന്നത് ഇവിടെ അടുത്താ. ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇത് കണ്ടോ, എന്താ രസമുള്ള സ്ഥലമല്ലേ. ഓൺ ദ വേയിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ഇവിടെ നിർത്തി. ഇൻ്റർലേക്കൻ പോകുന്ന വഴിയാണിത്. ഇതൊരു ഇറ്റാലിയൻ പിസ്സ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അതോ സ്വിസ് റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. ഒന്ന് കയറി നോക്കാൻ പോവാം. ഇതാണത്. ഇതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു കയറ്റം കയറി വരുന്ന വഴി ഇവിടെ നിർത്തിയതാണ്. ഓൺ ദ വേ ടു ഇൻ്റർലേക്കനാണ്. ഇവിടുത്തെ മെനു പ്രൈസ് എന്നൊക്കെ പറയുന്നത് 40 യൂറോ, 40 ഫ്രാങ്ക്, 36 ഫ്രാങ്ക്. അങ്ങനെയാണ് മെയിൻ കോഴ്സ് പോകുന്നത്. പാസ്തയ്ക്കൊക്കെ 25, 19 അങ്ങനെ. ഡെസേർട്ടിന് 10 to 20. നല്ലൊരു സൈറ്റിലാണ് ഇതിരിക്കുന്നത്. പിന്നെ യാത്ര തുടരുകയാണ്. നമ്മൾ ആ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു വ്യൂ എന്താ വ്യൂ അല്ലേ. അടുത്ത ഒരു ടണലിൽ കയറി. വല്ലാത്തൊരു ഭീകരമായ ടണലാണ് ഇത്. ആ കുഴിയിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ അകത്തൊരു ടണല്. ഒന്ന് ആലോചിച്ച് നോക്കി. വല്ലാത്ത സിസ്റ്റത്തിലാണ് ഇവരിത് പണിതിരിക്കുന്നത്. ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നത്. ഇത് കാണേണ്ട ഒരു സംഭവം, അതുകൊണ്ട് എടുക്കുന്ന. പിന്നെ ഭയങ്കര ഇറക്കം, അതും വളവും തിരിവുള്ള ഒരു ഇറക്കത്തിലാണ് നമ്മളിപ്പോൾ ആ ഒരു ടണൽ കണ്ടത്. ഇതുപോലത്തെ സ്ഥലത്താണ് ആ ടണൽ കണ്ടത്. ബ്രിയൻസ് എന്ന നദിയും തുൺ എന്ന നദിയും കൂടെ ചേർന്നാണ് ഇൻ്റർലേക്കൻ. നമുക്കിനിയും ഒരു 15 കിലോമീറ്റർ കാണൂ ഇൻ്റർലേക്കന്. നമ്മൾ ഇൻ്റർലേക്കിനോട്ട് തിരിയുന്നത്. അവിടെ ബോർഡുണ്ട്. 17ാമത്തെ ടണലിൽ പിന്നെയും കയറി. ഇൻ്റർലേക്കനിൽ എത്തിയിട്ടില്ല. ഇനിയുണ്ട് ഒരു 20 കിലോമീറ്റർ. പക്ഷേ 17 ടണൽ നമ്മളിപ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അപാര ടണലാണ്. ടണലെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ എന്നാലും ഈ പ്രകൃതിയെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം തന്നെ ഈ ടണൽ. മലകളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഇപ്പോഴും അതുകൊണ്ടാണ് നിൽക്കുന്നത്. മനോഹരമായിട്ട് അവർ ഇടിച്ചു കളയാതെ. ഇവരൊരു പ്രകൃതി സ്നേഹികളാണ് സ്വിറ്റ്സർലൻഡുകാർ. പിന്നെ ആ ഒരു ടണൽ കഴിഞ്ഞ് ഇറങ്ങിയാണ് കാണുന്ന രംഗമാണ് ഇത്. ഇത്ര ബ്ലൂ കളർ വാട്ടർ.
റിഫ്ലക്ട് ചെയ്യും, അത്രയും നല്ല വെള്ളമാണ്. അത് തണുപ്പാട്, വെള്ളം ഭയങ്കര തണുപ്പാണ്. ഇതിന്റെ മേളിൽ കൂടെ റെയിൽവേ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കളർ മാറ്റുണ്ടല്ലോ. പിന്നെ അടുത്ത ടണലിൽ കയറി. 19ാമത്തെ ടണലാണിത്. വലുപ്പമുള്ള ടണലാണ്. നമ്മളൊരു 200 കിലോമീറ്ററിൻ്റെ ആ ഒരു ജേണിയിൽ ഇപ്പോൾ സോഫാർ ഒരു 20 ടണൽ ക്രോസ് ചെയ്തു. അതും എല്ലാം 1 കിലോമീറ്റർ മുതൽ 5.5-6 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ടണലുകളാണ്. ഇത് ഭയങ്കര വലിയൊരു ടണലാണ് ഇതും. അത് കവർ ചെയ്തിട്ടാണ് നമ്മൾ സൂറിക്കിൽ നിന്ന് ഇന്റർലേക്കനിലോട്ട് പോകുന്നത്. ടണൽ കഴിഞ്ഞ് ഇറങ്ങിയാലൊരു പുതിയ ലോകം, ഭംഗിയുള്ള ഒരു ലോകം. നമ്മൾ പിന്നെ അടുത്ത ടണൽ 20ാമത്തെ ടണലിലോട്ട് കയറുന്നു. അത് 100 കിലോമീറ്റർ സ്പീഡിൽ പോകാമെന്നുള്ളതാണ്. ടണൽ കഴിഞ്ഞ് ഇറങ്ങിയാലുള്ള ഒരു ബ്യൂട്ടിയാണിത്. ബേൺ 64 കിലോമീറ്റർ, ഇന്റർലേക്കൻ 8 കിലോമീറ്റർ. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാലുള്ള രംഗം കണ്ടോ? ഇതാണ്. താഴോട്ട് പോകാൻ പറ്റും, താഴോട്ട് പോകാൻ പറ്റും. നമ്മളിപ്പം ജുങ്ഫ്രോ റീജിയനിൽ കൂടെയാണ് പോകുന്നത്. ഇന്റർലേക്കിന് ഇനി ഒരു 6 കിലോമീറ്റർ. പിന്നെ അടുത്ത ടണലിൽ കയറി. 21ആണോ 22ആണോ എന്നറിയില്ല. അടുത്ത ടണല് ഇന്റർലേക്കിന് ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളങ്ങനെ ഇന്റർലേക്കൻ OST എന്ന് പറഞ്ഞിട്ട്, ഓസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു റീജിയനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതവിടെയൊക്കെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. Exit right. ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഇങ്ങോട്ടാ പോകാം. ഇന്റർലേക്കനിൽ മൈഗ്രോസിലെത്തി. അവിടെ തൊട്ടപ്പുറം ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മുടി വെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ 45 ഫ്രാങ്ക, അത് നിയർ അബൌട്ട് 250 റിയാൽ. അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് നീങ്ങി. ക്യാഷിയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. 3 പേര് 4 ബ്രെഡ് എടുത്തു, ഒരു കേക്ക് ഇതുപോലത്തെ സാധനം എടുത്തു. അതിപ്പം പേ ചെയ്തുകൊണ്ടിരിക്കുക. മാറ്റിയടിച്ച പൈസ നമ്മുടെ പോയേ. പേയ്മെൻറ്റും കൊടുത്തു. നമ്മളിനി ഇവിടുന്ന് ഇന്റർലേക്കനിലോട്ടാണ് പോകുന്നത്. ഇന്റർലേക്കൻ നമ്മളിപ്പം മൈഗ്രോസ് എന്ന് പറഞ്ഞ ആ ഒരു മാർക്കറ്റിലാണ് ഉള്ളത്. പാളി പെറ്റ് സ്റ്റോറിന് പറയുന്ന ഉണ്ട്. പിന്നെ ഡോബർമാനാന്ന് തോന്നുന്നു. ഇന്റർലേക്കൻ എത്തി. അവിടുന്ന് നമ്മൾ അടുത്ത ടണൽ പിടിച്ചിട്ട് ഗ്രിൻഡൽ വാൾട്ട് അതിൽ പോവാം. ഗ്രിൻഡൽ വാൾ ബസ് സ്റ്റേഷൻ. ഗ്രിൻഡൽ വാൾ ബസ് സ്റ്റേഷൻ. ടെർമിനൽ ഉണ്ട്. നേരെ ഗ്രിൻഡൽ വാൾ. ഓ, നമ്മൾ പണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുന്നാ പോയെ ഈ ട്രെയിനിൽ. സ്കീ ചെയ്യാൻ മുട്ടുന്നു. സൂപ്പർ. ഇവിടെ പാർക്കിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട സ്കീയിങ് ട്രാക്കാ. ഇതാണ് നോർമൽ ലാൻഡ്. ഈ ഐസ് ഇപ്പം തന്നെ ഒരു മീറ്റർ ഹൈറ്റിൽ ഇവിടെ നിൽക്കുന്നത്. ഇത് ഒരു 3/4 മീറ്റർ ഹൈറ്റിൽ, 1 മീറ്ററിൻ്റെ ഹൈറ്റിൽ. അത് ശരിക്കും പറഞ്ഞാൽ അതാണ്ട് ആ ഒരു വടി കാണുന്നില്ലേ, അതിൻ്റെ മേളിൽ വരും ഐസ് ഇവിടെ ആ ഒരു ടൈമിൽ. ഗൈസ്, ഇത് വന്നിട്ട് ജുങ്ഫ്രോ, സ്വിറ്റ്സർലൻഡ്. ഇപ്പോൾ നിൽക്കുന്നത് ഐസിനകത്താണ്. ഇതിൽ കൂടെ
ഒരു ചെറിയ അരുവി പോകുന്നുണ്ട്. ഇതൊക്കെ ഐസ് മെൽറ്റായിട്ട് പോകുന്ന വെള്ളമാണ്. ഇതുണ്ട് ഐസിൻ്റെ റോഡ് പോകുന്ന പോക്കുണ്ടോ. ഇത് ശരിക്കും കഴിഞ്ഞാൽ ഇപ്പോൾ സീസൺ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ ചൂടാകാൻ പോവാണ്. അതുകൊണ്ടാണ് ഐസ് മെൽറ്റായിരിക്കുന്നത്. കിടപ്പുണ്ട്. ഇനിയും കുറേശ്ശെ തണുപ്പ് വിടുവാണ് ഇവിടം. ശരിക്കുള്ള തണുപ്പ് സമയത്ത് വന്നാൽ ഇത് മുഴുവൻ ഏരിയ ഫുൾ ഈ വീട് ഉൾപ്പെടെ ഐസിനകത്തായിരിക്കും. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജുങ്ഫ്രൂ മൗണ്ടൻ. അതിൽ പോകുന്ന കേബിൾ കാറാണ് ആ കാണുന്നത്. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂറത്തേക്ക് 5 ഫ്രാങ്കാണ്, ഒരു ദിവസത്തേക്ക് 10. എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തേക്ക് ആ 10 ഫ്രാങ്ക് എടുക്കുന്നത് ലാഭം. കാര്യം 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവർ 100 ഫ്രാങ്ക് വേണമെന്നുണ്ട് നമ്മുടെ പെനാൽറ്റി അടിക്കാം. നമുക്കിവിടെ ഇത് വന്നിട്ട് 5 അവേഴ്സിനാണ് ആക്ച്വലി അവർ 5 ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഓക്കെയാണ്, 5 ഫ്രാങ്ക്. ഇതാണ് നമ്മൾ പണ്ട് ജുങ്ഫ്രോയ്ക്ക് പോയിരുന്നത്. ഇപ്പോഴും ഉണ്ട് ട്രെയിൻ. അതാണ്ട് ആ ട്രെയിനിലാണ്. ഈ വരുന്ന ട്രെയിനിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ജുങ്ഫ്രോയ്ക്ക്. ഈ ഒരു പർവ്വതം കയറാൻ വേണ്ടി, ഒരു വലിയ കുന്ന് കയറാൻ, ജുങ്ഫ്രോ മല. പർവ്വതമെന്ന് പറയാൻ പറ്റില്ല, ഹിൽ ജുങ്ഫ്രോ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ഹില്ലാണിത്. മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീസിങ് കോൾഡ്. ഈവൻ ഇവിടെ തന്നെ ഇപ്പം നമുക്ക് -ആണ്, 0 അതെന്നുണ്ട് -1, 0 ആ റേഞ്ചാണ് ഈവനിങ്ങിലൊക്കെ. ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. ഒരാൾക്കൊരു 150, 200 ആ റേഞ്ചിൽ വരും. ഇതുവഴി ഞാനും ചക്കുവാണ് നടക്കുമ്പോഴേ കലിപ്പ് കേസുകളാണ് മുഴുവൻ. ദൈവമേ, ഈ ഒരു സ്ട്രീറ്റ് നമ്മുടെ അവിടുത്തെ എന്താ പറയുക, ഈ ഭയങ്കര ഡേഞ്ചറസ് സ്ട്രീറ്റാണ് ഇത്. ഈ റോഡിൽ കൂടെ പോകുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങി, മഴയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ. Guidance is now finished. നേരെ ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇവിടെ എല്ലാം സൂറിക്കിലെ യൂണിവേഴ്സിറ്റികളാണ്. തിരിച്ചോളാം. യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ വന്നു. ശരി, ഇതാ യൂണിവേഴ്സിറ്റി അല്ലേ. സൂറിക്കിൽ രാവിലെ നല്ല മഴയാണ്. സമയം 9 മണി. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ഏരിയ ആണ് സൂറിക്കിലെ. നമ്മൾ ഒരേ റോഡിൽ കൂടെ തന്നെ പോവാം. രാവിലെ ആരുമില്ല, അനക്കമില്ല, ആളുമില്ല. 9 മണിക്ക് ഇതാണ് സ്ട്രീറ്റ് സൂറിക്കില്. കുറേ
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നമ്മുടെ യാത്ര ഇനി നേരെ റാവൻസ്ബർഗിലോട്ടാണ്. നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.